12 മണി കഴിഞ്ഞ് ഉറങ്ങും. ബിക്കോസ് ഇന്നത്തെ ദിവസം ഇന്നേ കിട്ടും. സോ ഇന്ന് ഞാൻ സെൻഡ് ഓഫ് ചെയ്ത് നാളെ കണ്ട് ഞാൻ ഉറങ്ങാറുള്ളൂ. ഇപ്പൊ നാളെ ഞാൻ പ്ലെയിനിൽ ഫ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ടച്ച് ദ ക്യാപ്റ്റൻ സേസ് ദാറ്റ് ഈ പ്ലെയിൻ ക്രാഷ് ആവുന്നു, ഞാൻ കരയില്ല. ഐ വിൽ നോട്ട് ഡു എനിത്തിങ്. ഞാൻ തപ്പാങ്കുച്ച് കളിക്കും. ഐ ബി വെരി ഹാപ്പി. അങ്ങനെ എന്താണ് ഇനി ബക്കറ്റ് ലിസ്റ്റിലുള്ളത്? ഡ്രം ലിസ്റ്റ് വരെ കഴിഞ്ഞു, ഒന്നുമില്ല. സുഹൃത്തുക്കളെ, സി.ജെ. റോയ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ ചെയ്ത ആള് എഡിറ്റോറിയൽ എന്ന് പറയുന്ന അതിലത്തെ ഈ മനുഷ്യൻ പറയുന്നതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹം ഈ ഇ ഡി റെയ്ഡിനെ അപാരമായിട്ട് ഭയപ്പെട്ടിരുന്നുവെന്ന്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സി.ജെ. റോയ് അവരെ വിളിച്ച് പറഞ്ഞത്രേ, ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, ഞാൻ പറയുന്ന സമയത്ത് മാത്രം പിന്നീട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. പെട്ടെന്ന് സി.ജെ. റോയ് എന്ന് പറയുന്ന മനുഷ്യൻ വളരെ മാന്യമായിട്ടാണ് അത് വിളിച്ചു പറയുന്നത്. ഇവർ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് ഒരല്പസമയം 1-2 മാസം കഴിഞ്ഞിട്ടാണ് അത്രേ വീഡിയോ അപ്ലോഡ് ചെയ്തോളൂ, നിങ്ങൾക്കറിയാലോ ഇ ഡി ആണ്, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എന്ന് ഒരല്പം പരിഭ്രാന്തിയോട് കൂടി തന്നെ ഇദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വീഡിയോയിൽ സി.ജെ. റോയ് പറയുന്നുണ്ട്, ഞാൻ ഈ നിമിഷം മരിച്ചു പോയാൽ എനിക്കൊരു സങ്കടവുമില്ല. 5 പൈസ കടമില്ലാതെ ഒരു വിമാനം സ്വന്തം പേരിൽ വിലയ്ക്ക് വാങ്ങിച്ചൊരു മനുഷ്യനാണ് ഈ റോയ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ. അതവിടെ കിടക്കട്ടെ. അതിനേക്കാൾ അപ്പുറത്ത് ഈ സി.ജെ. റോയ് എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്രയേറെ പരിചയമുള്ള, ഒരുപാട് സിനിമകൾ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്നിട്ടുള്ള, ഒപ്പം തന്നെ പാവങ്ങൾക്ക് അപാരമായി സഹായങ്ങൾ കൈയഴിച്ച് കൊടുത്തിരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ഈ ഭൂമി വിട്ട് ആത്മഹത്യ ചെയ്ത് ഇല്ലാണ്ടായിരിക്കുന്നത്. പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങളെല്ലാം ഒരു അപാരമായ സംശയത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ വീട്ടിലേക്കോ മറ്റോ ഒരു ഇ ഡി റെയ്ഡ് വരികയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ അടക്കം ശരീരത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിച്ച് മാറ്റിവെക്കുന്ന ഇയാളുടെ കയ്യിലേക്ക് എപ്പോഴാണ് എങ്ങനെയാണ് സ്വന്തം തോക്ക് കിട്ടിയത്? ഒരു വലിയ കൺഫ്യൂഷൻ ഉള്ളത്, തലയ്ക്കാണ് വെടിയേറ്റെന്ന് പറയുന്നുണ്ട്, പക്ഷെ നെഞ്ചിലും കൂടി വെടിയേറ്റെന്ന് പറയുന്നു. ഏറ്റവും ഭീകരമായ കാര്യങ്ങളൊന്ന്, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും റെയ്ഡ് തുടർന്നു എന്നുള്ള അതിഭീകരമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംഭവമാണ്. ഈ ഒരു മനുഷ്യൻ സി.ജെ. റോയ് എന്ന് പറയുന്ന ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇ ഡിക്ക് എന്താണ് റെയ്ഡ് നടത്താനുള്ളത്? ഇനി സംഗതി അവിടെ മാറ്റിവെക്കാം. ഇനി ഒരു ഇ ഡി റെയ്ഡ് നടന്നു, ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ കണ്ടുകെട്ടാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ എതിരെ ഒരു കേസ് എടുത്തു എന്ന് വിചാരിക്കുക. നോക്കൂ, സി.ജെ. റോയി പോലുള്ളൊരു മനുഷ്യന് എത്ര ഈസി ആയിട്ട് ഇറങ്ങിപ്പോരാം. ഇത് അത്രയ്ക്ക് വലിയ നമ്മൾ തൂക്കിക്കൊല്ലുന്ന കേസൊന്നുമല്ലല്ലോ. വളരെ ഈസി ആയിട്ട് കോടതിയിൽ പോയിട്ട് ജാമ്യം വാങ്ങിക്കാനും മുൻകൂർ ജാമ്യം വാങ്ങിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കുന്ന ഈ ഒരു സംഭവമൊക്കെ ആയിരിക്കെ എന്തിനാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്? സംശയങ്ങളൊക്കെ നീളുന്നത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളതിലേക്കാണ്. ഇദ്ദേഹത്തെ കൊന്നുകളഞ്ഞതാണ് എന്ന ഒരു സംശയം കൂടിയുണ്ട്. നമുക്ക് ഇപ്പോൾ സംസാരിക്കാനുള്ള ഒരാള് ഇങ്ങനെയാണ്. ശ്രീ ബാബു ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീ ബാബു, ഏറ്റവും വിഷമമുള്ള ഘട്ടത്തിലാണ് അങ്ങയുടെ പ്രതികരണം ഇപ്പോൾ ആരായുന്നത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന ഈ മരണം, അതിന്റെ കാരണം എന്താണെന്നാണ് അങ്ങേക്ക് മനസ്സിലാക്കാനാകുന്നത്? എനിക്ക് മനസ്സിലാക്കിയോടത്തോളം ഇൻകം ടാക്സിന്റെ ട്രബിൾ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ 3 ദിവസമായിട്ട്. കഴിഞ്ഞ മാസം ഡിസംബർ 3-ാം തീയതി അവര് വന്നിരുന്നു. അവരിവിടെ 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ 28-ാം തീയതി തിരിച്ചും വന്നു. മിസ്റ്റർ കൃഷ്ണ പ്രസാദ് ആൻഡ് ടീം ഫ്രം അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള, പുള്ളിയുടെ ടീമാണ് ഇവിടെ വന്നിരുന്നത്. അവര് എന്ത് ട്രബിൾ ചെയ്തു എനിക്കറിയില്ല. അവരെ ആൻസർ ചെയ്യണം ഇത് എങ്ങനെ എന്ത് പറ്റിയെന്ന്. ശ്രീ ബാബുറായ്, ഇതിലേക്ക് പോവാനായിട്ട് ശ്രീ ബാബുറായ്, ഇതിപ്പോ നേരത്തെ അങ്ങ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഡിസംബറിലെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും സഹോദരൻ ഈ റെയ്ഡിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു? ഇൻകം ടാക്സിന്റെ ട്രബിൾ ഇസ് ടു മച്ച് എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു ഒരു 10 മണിക്ക്. ആലോചിച്ച് നോക്കിയേ, ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു മനുഷ്യനാണ്. BJP-ക്കാർ ഇ ഡി റെയ്ഡുമായിട്ട് വരുമ്പോൾ BJP-ക്കാർ ഒപ്പം അങ്ങോട്ട് ചേരുന്ന ഒരു പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യനല്ലായിരുന്നു. നമുക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ പേര് നമ്മൾ എത്ര കേട്ടതാണ്. എത്ര പ്രോഗ്രാമുകൾക്ക് ഇദ്ദേഹം പണം കൈയയച്ച് സഹായിച്ചിട്ടുള്ളതാണ്. എത്ര പാവങ്ങളായി. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടാവുകയാണ്. ഒപ്പം തന്നെ മൊബൈൽ ഫോണും പോലും ആ ഒരു സമയത്ത് നമുക്ക് കയ്യിൽ വെക്കാൻ സാധിക്കാത്ത ആ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എങ്ങനെയാണ്
ഈ തോക്ക് കിട്ടിയത്? ഇതൊക്കെ ഒരു വലിയ 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 സംശയത്തിലേക്ക് എത്തിക്കുകയാണ്. കേൾക്കുന്ന വിവരമനുസരിച്ച് നെഞ്ചിൽ കൂടി വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പോസിബിൾ ആണ്? ഇദ്ദേഹത്തിന്റെ സ്വന്തം ലൈസൻസ് ഉള്ള ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തോക്ക് കൊണ്ടാണ് ഇദ്ദേഹം വെടിവെച്ച് കൊന്നു പറയുന്നു. നോക്കൂ, ഈ സഹോദരൻ പറയുന്നതിനെ കേൾക്കാം. ഐ എം റിട്ടേണിംഗ് ടു ബാംഗ്ലൂർ. ഇന്ന് രാവിലെ എന്നെ ഒരു 10-11 മണിക്ക് വിളിച്ച് എന്നോട് പറഞ്ഞു. ഇത് രാവിലെ പോലും സംസാരിച്ചു അല്ലേ? സംസാരിച്ചു. ഇന്ന് 11 മണിക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് പറയാമോ? എന്നോട് ഇന്ന് പറഞ്ഞത്, ഈ ഇൻകം ടാക്സുകാർ എപ്പോ പോകുന്ന എനിക്ക് അറിയില്ല, നീ എപ്പോഴാ വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ നാളെ വൈകിട്ട് 7 മണിക്ക് ബാംഗ്ലൂർ ഉണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. ഈ സംസാരത്തിൽ വല്ലാത്തൊരു പ്രഷർ നേരിടുന്നതായി അങ്ങേക്ക് തോന്നിയോ? പ്രഷർ ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു 3-4 സെറ്റ് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് കാമിങ് ഡൗൺ. പക്ഷെ ഈ സമയം ഇങ്ങനെ ചെയ്യുന്ന ഞാനൊന്നും വിചാരിച്ചില്ല. ഈ പറഞ്ഞ കടലാസുകളും രേഖകളും ഒക്കെ ബ്രദർ നൽകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു. He was communicating with them. Whatever they have asked, he has given it also. എന്ത് പ്രഷർ ഇൻകം ടാക്സർ ചെയ്തെന്ന് എനിക്കറിയില്ല. ഇതാണ് ഇതിന്റെ ഇടയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടത്. ഈ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ എന്ത് പ്രഷറാണ് ഈ ഒരു മനുഷ്യന്, സീറോ എന്ന് പറയുന്ന ഒരു ചങ്ങാതിക്ക് കൊടുത്തത്? ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ മാത്രം എന്ത് പ്രശ്നം? ഈ ഇദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെത്തപ്പെടാൻ നോക്കൂ. നമ്മുടെ നാട്ടിൽ എത്ര റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ വീട്ടില്, നമ്മുടെ വിജയിന്റെ വീട്ടില്. വിജയ്ക്ക് ഇതിനൊക്കെ പുല്ല് വില കൽപ്പിച്ചിട്ടില്ല, പുല്ലിന്റെ വില കൽപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 3 ദിവസം കോടികളുടെ അധിപനായിട്ടുള്ള ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള ഈ ഒരു മനുഷ്യനെ 3 ദിവസം ഒരു വീട്ടിൽ അടച്ചിട്ട പോലെ അങ്ങോട്ട് പിടിച്ചിട്ടിട്ട് എന്ത് തേങ്ങട മൂട്ടത്തെ പരിശോധനയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കി. ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഒരാൾ അങ്ങോട്ട് ചങ്ങലകളില്ലാതെ കെട്ടിയിട്ടിട്ട് അന്വേഷണം നടത്തുന്നു. ഇതിൻ്റെ പുറകിൽ അതിഭീകരമായ ഒരു പക്ഷേ ഗൂഢാലോചന ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും അന്വേഷണത്തിനായിട്ട് എത്തിയ ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ തീർച്ചയായിട്ടും കേസുകൾ മറ്റെടുക്കേണ്ടതാണ്. എനിക്ക് എന്റെ ബ്രദർ പോയി, അത്ര തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അനിയനാണ് റോയ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല? ഒന്നുമില്ല. 100%. He has a very good bank balance. അങ്ങനെ ഒന്നുമില്ല. പുള്ളി കടത്തിലൊന്നല്ല, കടമൊന്നുമില്ല പുള്ളിയുടെ. സീറോ ബാലൻസ്, സീറോ കടമാണ് പുള്ളിയുടെ. ഈ റെയ്ഡ് എത്ര തവണ നടന്നു എന്ന് അങ്ങേക്ക് ഏകദേശം അറിയാമോ? ഈ റൈഡ് ഡിസംബർ 3-ാം തീയതി വന്നു. 6-ാം തീയതി അവര് പോയി. പിന്നെ റോയ് ദുബായിലായിരുന്ന സമയത്ത് പിന്നെ വിളിപ്പിച്ചപ്പോഴാണ് 28-ാം തീയതി റോയ് ഈ ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് തിരിച്ചു വന്നത്. അവര് കൊടുത്ത ഡേറ്റിനാണ് റോയ് തിരിച്ചെത്തിയത്. 28, ഇന്നലെ 29, ഇന്ന് 30. ഇനി എത്ര ദിവസം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇത് ഒരു ഐ ഡോണ്ട് നോ, സോറി. ഈ റെയ്ഡ് നടക്കുമ്പോൾ വീട്ടില് മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ബന്ധുക്കൾ ഉണ്ടായിരുന്നോ? അല്ല, പുള്ളിയുടെ വീട് ദുബായ് ആയതുകൊണ്ട് പുള്ളിയുടെ ഓഫീസിലായിരുന്നു ഇവരുണ്ടായിരുന്ന. ഈ കൃഷ്ണപ്രസാദിന്റെ ടീം, അഡീഷണൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ഫ്രം കേരള. ഈ ഓഫീസിലുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങേക്ക് പറ്റിയിട്ടുണ്ടോ? ഈ എന്താണ് എന്തായാലും ഇത് നമ്മളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിച്ചു എന്നതാണ്. അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെക്കാൾ വലുത് സമാധാനമാണ് എന്ന് റോയ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചിന്തിച്ചു എന്നതാണ്. ഇത്തിരി ഒരു സമാധാനം ആ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യന് കൊടുക്കാമായിരുന്നതൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. വേണ്ടിയിരുന്നതാണ് ഒരല്പം സമാധാനം. പണമല്ല, സമാധാനമാണ് വേണ്ടത് എന്നുള്ളതിന് ഒരു സംശയമില്ല. ചില ആളുകളൊക്കെ പറഞ്ഞ് BJPക്ക് കൈക്കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും ഇതിന് കമന്റ് അടിക്കുന്നുണ്ട്. 2 ദിവസമായി സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയ്ഡ് പുരോഗമിക്കുകയായിരുന്നു. വിദേശത്തുള്ള കുടുംബാംഗങ്ങളെത്തിയാൽ അവരുമായി സംസാരിക്കും. സീജറോയുടെ മരണത്തിൽ കേസെടുത്ത് പോലീസ് എന്ന ഒരു പുതിയ ഇൻഫർമേഷൻ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. 2-3 ദിവസമായിട്ട് ഇദ്ദേഹത്തിന് സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിട്ട രീതിയിൽ എന്ത് ചെയ്യുക, അന്വേഷണം നടക്കുക. എന്തായാലും ഇതിന്റെ പുറകിൽ വലിയ വലിയ ആളുകളൊക്കെ തന്നെ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബൈ.